The only thing I can say... Silent please, silent please. The only thing I can say is that I came to the busiest market of Calicut. I am overwhelmed. I do not know how to express my gratitude for the love and affection which people of Kerala show towards me. I thank them with the bottom of my heart. That is all. Thank you, sir. Thank you, sir. Thank you, sir. അദ്ദേഹം വാഹനത്തിൽ കയറിയിരിക്കുകയാണ്. ഗസ്റ്റ് ഹൗസ് ആണോ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് ആണോ, ഗസ്റ്റ് ഹൗസ് ആണോ? മാനാഞ്ചിറ സന്ദർശനം പൂർത്തിയാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങുകയാണ്. കഴിഞ്ഞ കുറേ മിനിറ്റുകൾ അദ്ദേഹം മാനാഞ്ചിറയിലൂടെ സഞ്ചരിച്ച് മിഠായി തെരുവിലേക്ക് എത്തി. അവിടെ തിരക്കേറിയ കടകളിലെത്തി, ഹൽവ കഴിച്ചു, ആളുകളുമായി സംവദിച്ചു, ഫോട്ടോ എടുത്തു. അങ്ങനെ കോഴിക്കോടിന്റെ സ്നേഹത്തിന് നന്ദി പറയാൻ കൂടുതൽ വാക്കുകളില്ല. തന്റെ ഹൃദയത്തിൽ നിന്ന് ആ സ്നേഹം നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാഹനത്തിലേക്ക് കയറിയത്. സർവകലാശാല ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന SFIയുടെ മുന്നറിയിപ്പിനെ അതേ നാണയത്തിൽ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് സർവകലാശാലയിലും കാലുകുത്തിയപ്പോൾ ജനങ്ങളുടെ ഇടയിലാണ് തന്റെ സ്ഥാനം, തനിക്ക് പോലീസ് സുരക്ഷ ആവശ്യമില്ല, ജനങ്ങൾ തന്നെ സ്നേഹിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാനാഞ്ചിറയിലേക്ക് എത്തിയത്. അത് ഒരു സന്ദർശനത്തിലൂടെ പൂർത്തിയാക്കിക്കൊണ്ട് ജനങ്ങൾക്കൊപ്പമാണ് താൻ എന്ന് അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായ ചില മുദ്രാവാക്യം വിളികളും അവിടെ ഉയരുകയുണ്ടായി. മറ്റു പ്രതിഷേധങ്ങളൊന്നും കണ്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അദ്ദേഹം ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു. 3:30-ക്കാണ് സർവകലാശാലയിൽ അദ്ദേഹത്തിന് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള പരിപാടിയുള്ളത്. ഒരുപക്ഷെ അവിടെ പ്രതിഷേധ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഷഹീദ്, CK വിജയൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. CK, ഇത് വെറുമൊരു സന്ദർശനമായി ഗവർണർക്ക് തോന്നിയ ഒരു സന്ദർശനമായ ഒരു കൗതുകമായി കാണാൻ കഴിയില്ല. ഇത് തൻ്റെ നിലപാട് പ്രഖ്യാപനം തന്നെയാണ്. കാലുകുത്താൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് തനിക്കറിയാം എന്നുകൂടി പറയുകയാണ് ഗവർണർ, അല്ലേ? തീർച്ചയായും അതെ. കാരണം ഗവർണറുടെ ഈ സന്ദർശനത്തിന്, പ്രത്യേകിച്ച് മിഠായിത്തെരു പോലുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും ആൾക്കൂട്ടമുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം സന്ദർശനം നടത്തുന്നതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് SFIയോട്, CPMനോട്, ഒരു പരിധിവരെ മുഖ്യമന്ത്രിയോട് നേരിട്ടും നൽകുന്ന മറുപടിയാണ്. കാരണം സർവകലാശാലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന SFIയുടെ മറുപടിക്ക് അന്ന് ശനിയാഴ്ച വൈകുന്നേരം തന്നെ അദ്ദേഹം മറുപടി നൽകി. കാരണം അവിടെ അദ്ദേഹം ഇറങ്ങി റോഡിലേക്ക് വന്നു, ബാനർ കാര്യങ്ങളൊക്കെ നോക്കി തിരിച്ചുപോയി. വീണ്ടും അദ്ദേഹം പുറത്തിറങ്ങി. ഇന്നിപ്പോൾ ഇതാ താൻ ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങുന്നു. എനിക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമില്ല, എനിക്ക് ആൾക്കാരുടെ നടുവിലേക്ക് ഇറങ്ങുന്നതിന് യാതൊരു ഭയവുമില്ല, അതുകൊണ്ട് എന്നെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന സ്ഥലത്ത് താൻ കാലുകുത്തുക മാത്രമല്ല നടക്കുക കൂടെ ചെയ്യും, അതിനകത്ത് കൂടെ കടകളിലേക്ക് യാത്ര ചെയ്യും, തന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആൾക്കാരുണ്ട് എന്നുകൂടി അദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്, അതോടൊപ്പം തന്നെ CPMന്, SFIക്ക് എല്ലാം തന്നെ അദ്ദേഹം നൽകുന്ന ഒരു മറുപടിയാണ് ഇത്. ഇത് എത്രമാത്രം മാന്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന ഒരുപക്ഷെ ചർച്ച ഭാവിയിൽ വന്നേക്കാം. പക്ഷേ ഏതായാലും ഗവർണർ ഏതറ്റം വരെയും പോകും, ഏത് രീതിയിലും പ്രതികരിക്കും, എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തിന് കാര്യങ്ങൾ നീക്കാൻ അറിയാം എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി അദ്ദേഹത്തെ എന്തൊക്കെ പറഞ്ഞു വിമർശിക്കുന്നുവോ അതേ നാണയത്തിൽ, അതേ രീതിയിൽ, അതിനേക്കാളും വലിയ രീതിയിൽ അദ്ദേഹം തിരിച്ചതിന് മറുപടി കൊടുക്കുന്നു. കേരളത്തിൽ ഒരു ഗവർണർ ഇന്നേ വരെ ഇത്തരത്തിലൊരു കാര്യം നടത്തിയതായി ചരിത്രമുണ്ടാകില്ല. ഗവർണർ അദ്ദേഹത്തിന്റെ പ്രോട്ടോകോളുകൾ അനുസരിച്ച് നേരത്തെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കും, അതിനനുസരിച്ച് പരിപാടിയിൽ പങ്കെടുക്കും, അവിടെ നിന്ന് തന്നെ പോകും. ഒരുപക്ഷെ കണ്ണൂരിൽ അന്താരാഷ്ട്ര ചരിത്ര കോൺഗ്രസിന്റെ ഭാഗമായി മുഹമ്മദ് ആരിഫ് ഖാൻ അന്ന് ഗവർണറായിരിക്കുന്ന ഈ കണ്ണൂർ സർവകലാശാലയിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം ഇതിന്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് കുട്ടികൾ പ്രതിഷേധിക്കുമ്പോൾ അദ്ദേഹം അവിടെ വെച്ച് തന്നെ അതിന് പ്രതികരണം നൽകുകയും അതിനെ തടയാൻ ശ്രമിക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്ന് പോലീസിന്റെ വീഴ്ചക്കെതിരെ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയ ഒരാളാണ്, നടത്താൻ ശേഷിയുള്ള ഒരാളാണ്, നടത്താൻ യാതൊരു മടിയുമില്ലാത്ത ഒരാളാണ് എന്നുകൂടി ഇപ്പോൾ ഗവർണർ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു. ഒരു മധുര പ്രതികാരം എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ഹൽവ കഴിച്ച് മിഠായി തെരുവിലൂടെ നടന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള മധുര പ്രതികാരം നടത്തിക്കഴിഞ്ഞു.
വിജയൻ കണ്ണൂരിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയത്, കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ സൂചിപ്പിച്ച് ഗവർണർ നടത്തിയ പ്രസ്താവന അത് കണ്ണൂരിനെ ഇകഴ്ത്തി കാട്ടുന്നതാണ്, കണ്ണൂരിന്റെ ചരിത്രം മറന്നുകൊണ്ടുള്ളതാണ് എന്ന നിലയ്ക്കാണ് CPM അതിനെ കണക്കാക്കുകയും മന്ത്രിമാരടക്കം ഇന്ന് ആ കാര്യത്തിൽ അതിനെ കൂടുതൽ ഊന്നിക്കൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തു. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ജനങ്ങൾ അവരുടെ സ്നേഹത്തിന് നന്ദി പറയുമ്പോൾ ആ ഏറ്റ വിമർശനത്തിനുള്ള മറുപടി കൂടിയാണ്. തീർച്ചയായും അതെ. കാരണം കണ്ണൂർ അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹം മറ്റൊരു തരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. താൻ കണ്ണൂരിലെ ജനങ്ങളെ കുറിച്ചല്ല, കണ്ണൂരിലെ ജനങ്ങൾ നല്ലവരാണ്, സ്നേഹമുള്ളവരാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇന്നിപ്പോൾ കോഴിക്കോടെത്തി ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് ദിവ്യൂസ് പറഞ്ഞതാണ്. അതായത് ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹേർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അടിയിൽ നിന്നല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും താൻ കോഴിക്കോടെ ജനങ്ങൾക്ക് നന്ദി പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ആയ ഒരു മാർക്കറ്റാണ് മിഠായി തെരുവ്. അവിടെയാണ് താൻ വന്നിരിക്കുന്നത്. അവിടെ എനിക്ക് നൽകിയ സ്വീകരണത്തിന്, എന്നോട് കാണിച്ച സ്നേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് കാറിൽ കയറി യാത്ര ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ 3 മണിക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കേണ്ട ഒരു പരിപാടിക്കിടെ ഇത്തരത്തിലൊരു ഒരു യാത്ര പോലീസിനെയും മറ്റു പലരെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം തന്നെ കുഴക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമല്ല. നേരത്തെ തന്നെ ഗവർണർ പ്രോട്ടോകോൾ ലംഘിക്കുന്നു എന്ന ആരോപണം CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു പ്രശ്നവും തനിക്കില്ല, തനിക്ക് പോലീസിന്റെ സംരക്ഷണം വേണ്ട എന്നതുൾപ്പെടെയുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങുന്നു, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു, കടകളിൽ ചെല്ലുന്നു, ഹലുവ രുചിച്ചു നോക്കുന്നു, കുട്ടികളെ കാണുമ്പോൾ കുട്ടികളെ എടുക്കുന്നു, വിദ്യാർത്ഥികളെ എടുത്തുയർത്തുന്നു, അവരോടുള്ള സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നു. അങ്ങനെ ഏതൊക്കെ രീതിയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ മാധ്യമങ്ങളിലൂടെയും മറ്റും നിറഞ്ഞു നിൽക്കാൻ കഴിയുമോ അതുവഴി മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ CPM-നും അദ്ദേഹത്തിന് വിമർശിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് എല്ലാം തന്നെ മറുപടി നൽകുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, അദ്ദേഹം സർവകലാശാലയിൽ വരുന്നു. സർവകലാശാലയിൽ സെനറ്റിനെ തെരഞ്ഞെടുക്കുന്നതിന് നിയതമായൊരു രീതികളുണ്ട്. അത് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പട്ടിക അംഗീകരിക്കുകയാണ് സാധാരണ ഗവർണർമാർ ചെയ്യാറ്. ആ പട്ടിക തൃപ്തികരമല്ലെങ്കിൽ അത് മാറ്റി വാങ്ങുകയാണ് ചെയ്യാറ്. അതിന് ആൾക്കാരെ മാറ്റണം എന്ന നിർദ്ദേശം നൽകുകയാണ് ചെയ്യാറ്. പക്ഷേ പകരം ഇവിടെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ തന്നെ ആൾക്കാരെ നിയമിക്കുന്നു എന്ന അത്യപൂർവമായ കാഴ്ച ഇന്നേവരെ കേരളം കണ്ടിട്ടില്ലാത്ത, ഇന്നേവരെ കേരളത്തിലെ സർവകലാശാല അനുഭവിച്ചിട്ടില്ലാത്ത അത്രമാത്രം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ട് അദ്ദേഹം വീണ്ടും ഫൈറ്റിനുള്ള മൂടലാണ്, അദ്ദേഹം വീണ്ടും മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ താൻ അതിനേക്കാളും രാഷ്ട്രീയം കളിക്കും എന്നുകൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വെക്കുന്നു.